നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്രം. തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം, കൃഷി നശിപ്പിച്ചു, മണ്ണുമാന്തി യന്ത്രം തകർത്തു. സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് സമ്മാനവുമായി ശാസ്ത്രമാസികകളും. PM ഷോയും കെ വിദ്യയും വിവാഹത്തിലായി. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം, മിഠായി വിതരണത്തിനെത്തിയ SFI പ്രവർത്തകരെ കരുതൽ തടങ്കിൽ വെച്ച് പോലീസ്. കണ്ണൂർ സർവകലാശാലയിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ കേന്ദ്രം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയും മണ്ഡല പുനർനിർണയ ബില്ലും അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ. നേരത്തെ പാർലമെന്റിൽ മണ്ഡല പുനർനിർണയ ബിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടുതൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി പുതിയ ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി BJP നേതൃത്വം ചർച്ച ആരംഭിച്ചു. ഏകീകൃത തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ബിൽ നിലവിൽ 39 അംഗ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. 2029 പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കാനാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. പാർലമെന്റ് മഴക്കാല സമ്മേളനത്തിന് അവസാന വാരത്തോടെ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് JPC ചെയർമാൻ PP ചൗധരി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെ നിയമസഭകളുടെ കാലാവധി വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാൽ പദ്ധതി ഘട്ടം ഘട്ടമായുള്ള നടപ്പാക്കലിനും സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങി 2027 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കും. മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്ന ആശങ്ക പരിഹരിക്കാൻ ലോക്സഭാ സീറ്റുകളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ 50% വർധനവ് വരുത്തുമെന്ന നിർദ്ദേശം ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു ലഭിച്ചാൽ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന നിലപാടിലാണ് DMK. ജനസംഖ്യ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് പാർലമെൻറ്റിലും പ്രാതിനിധ്യം നഷ്ടമാകില്ലെന്ന് ഉറപ്പിക്കണമെന്നാണ് DMKയുടെ പ്രധാന ആവശ്യം. അതേസമയം BJPയുമായുള്ള രാഷ്ട്രീയ സഖ്യം എന്ന നിലയിലല്ല, മറിച്ച് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പിന്തുണ മാത്രമായിരിക്കും ഇതെന്നും DMK നേതാക്കൾ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീണു, ഒഴിവായത് വൻ ദുരന്തം. തിരുവനന്തപുരത്ത് സ്കൂൾ കെട്ടിടം തകർന്നു വീണു. അട്ടക്കുളങ്ങര ഗവൺമെൻറ് സെൻട്രൽ ഹൈസ്കൂളാണ് അപകടം. സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടം. വൈകുന്നേരം 5:15 കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നു വീഴുകയായിരുന്നു. അപകട സമയം ഉദ്യോഗസ്ഥരോ വിദ്യാർത്ഥികളോ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഉദ്യോഗസ്ഥർ ഓഫീസ് സമയം കഴിഞ്ഞ് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് മേൽക്കൂര നിലംപതിച്ചത്. സ്കൂൾ പ്രവേശനോത്സവം നടന്ന ദിവസം തന്നെ ഇത്തരത്തിൽ അപകടം നടന്നത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. തകർന്ന കെട്ടിടത്തിൻ്റെ സമീപത്തായാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികളുടെ കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ കെട്ടിടം കൃത്യമായി നവീകരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി പരിശോധന നടത്തി. കലപ്പറക്കം കാരണമാണ് കെട്ടിടത്തിൻ്റെ മേൽക്കൂര തകർന്നതെന്ന് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്കൂളിലെ കളിസ്ഥലത്തിന് ചുറ്റും നിരവധി മരങ്ങൾ ഭീഷണിയായി നിൽക്കുന്നുണ്ടെന്നും പരാതിയുണ്ട്. സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതും തകർന്ന ഈ കെട്ടിടത്തിലാണെന്നാണ് വിവരം. SSK ഉദ്യോഗസ്ഥരും ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയതിന് പിന്നാലെയായിരുന്നു അപകടം. കെട്ടിടത്തിൽ ഉണ്ടായ നാശനഷ്ടത്തിൽ വ്യക്തതയില്ല. അവശിഷ്ടങ്ങൾ മാറ്റിയാൽ മാത്രമേ കണക്കെടുക്കാൻ കഴിയൂ എന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്കൂൾ പ്രവേശനത്തിന് മുമ്പ് സ്കൂൾ കെട്ടിടം നവീകരിച്ചിരുന്നതായും മേൽക്കൂര പൈതൃക സ്വത്തായി നിലനിർത്തേണ്ടതിനാൽ പൊളിച്ചു പണിയാൻ അനുമതി ലഭിച്ചില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞതായി വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്കൂൾ പ്രവേശന ഉത്സവത്തിൽ കുട്ടികൾക്ക് സമ്മാനമായി ശാസ്ത്ര മാസികകളും. ചെറുപ്പത്തിലെ ശാസ്ത്രബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികൾക്ക് പ്രവേശന ഉത്സവത്തിൽ തന്നെ സമ്മാനമായി ശാസ്ത്ര മാസികകൾ. ചെടിച്ചേരി ദേശമിത്രം UP സ്കൂളിലെ 100 കുട്ടികൾക്ക് ഒരു വർഷത്തെ മാസിക സമ്മാനമായി നൽകിയത് തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതനിലെ
പ്രിൻസിപ്പൽ ബക്കർ ചൂളിയാടാണ്. താൻ വിരമിക്കുമ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണ് കുട്ടികൾക്ക് അപ്രതീക്ഷിത സമ്മാനം ലഭ്യമാക്കിയത്. സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങ് ഇരിക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 100 മാസികക്ക് ആവശ്യമായ 1 വർഷത്തെ വരിസംഖ്യ ബക്കർ ചൂളിയാളിൽ നിന്ന് സ്കൂൾ പ്രധാന അധ്യാപകയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ സെക്രട്ടറിയുമായ OC ബേബിലത ഏറ്റുവാങ്ങി. കൂടാളി ഗ്രാമപഞ്ചായത്ത് 15 സ്കൂളുകളിൽ 206 ക്ലാസ് മുറികളിൽ യൂറിക്കയും ശാസ്ത്രകേരളവും വിതരണം ചെയ്യുന്നുണ്ട്. മാസിക വിതരണത്തിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് E സജീവൻ നിർവഹിക്കും. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ മാസികകൾ വിതരണം ചെയ്യുന്നുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിദ്ധീകരണമായ യൂറിക്കയും ശാസ്ത്രകേരളവും ക്ലാസ് മുറികൾ വിതരണം ചെയ്യുന്നതിന് പുറമെ പ്രതിമാസ ക്വിസ് മത്സരം, വിജ്ഞാന ഉത്സവം, വ്യത്യസ്ത ദിനങ്ങളിൽ കുട്ടികൾ ക്ലാസ് എടുക്കൽ, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിവിധ പരിശീലനങ്ങൾ എന്നിവയും നടപ്പാക്കുന്നുണ്ട്. അട്ടക്കുളങ്ങര സ്കൂൾ കെട്ടിടം അപകടം, സമഗ്ര അന്വേഷണം വേണം. അട്ടക്കുളങ്ങര ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവം അതീവ ഗൗരവകരമാണെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. വൈകിട്ട് 5:30യോടെയാണ് അപകടം നടന്നത്. ആ സമയത്ത് സ്കൂളുകളും ആരുമില്ലാതിരുന്നതും SSK ഓഫീസ് പ്രവർത്തിക്കുന്ന ഭാഗമായിട്ടും ആളപായമോ പരിക്കുകളോ സംഭവിക്കാത്തതും വലിയ ആശ്വാസമാണ്. കെട്ടിടത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതരിൽ നിന്നും കൃത്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്കൂൾ കെട്ടിടത്തിന്റെ ബലക്ഷയം മാത്രമല്ല, സ്കൂൾ കോമ്പൗണ്ടിൽ കുട്ടികൾ എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ കേന്ദ്രങ്ങളും അതീവ ശ്രദ്ധയോടെ പരിശോധിക്കണം. കുട്ടികളുടെ കാര്യമായതിനാൽ സുരക്ഷാ പരിശോധനകൾ ഒന്നിലധികം തവണ കൃത്യമായി നിർവഹിക്കപ്പെടണം. യാതൊരുവിധ അനാസ്ഥയും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. സ്കൂളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. ബഡ്സ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ്സ് സ്കൂൾ TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീന CK അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനേഷ് VK, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് പട്ടനോട്ട്, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ CP, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത K, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രവീന്ദ്രൻ C, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘുനാഥ് കാണി, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP ഫൽഗുണൻ മാസ്റ്റർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് അംഗം ഷമ്മി കൊമ്പൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MP ജയൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ P ബിജു, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദിലീപ് കുമാർ, മുണ്ടേരി CDS ചെയർപേഴ്സൺ B ലസിജ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് സ്നേഹോപരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ്സ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ്സ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ സ്ഥാപനങ്ങളിലൂടെ 1206 പരിശീലനാർത്ഥികൾ അവരുടെ ദൈനംദിന ജീവിതം, പുനരധിവാസ തൊഴിൽ പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകി വരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത ബാഗിൽ മോത്തിയുടെയും VV രാജേഷിന്റെയും ചിത്രം, വ്യാപക വിമർശനം. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോർപ്പറേഷന്റെ പേരിൽ വിതരണം ചെയ്ത സ്കൂൾ ബാഗുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും തിരുവനന്തപുരം മേയർ VV രാജേഷിന്റെയും ചിത്രം. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം എന്ന പേരിലാണ് സ്കൂൾ ബാഗും നോട്ട്ബുക്കും വിതരണം ചെയ്തത്. എന്നാൽ വിതരണം ചെയ്ത ബാഗിൽ മേയറുടെയും മോദിയുടെയും ചിത്രവും മേയർ കെയർ എന്ന ക്യാപ്ഷനും ഉണ്ടായിരുന്നു. സംഭവം പുറത്തു വന്നതോടെ വിവാദമായി. കുട്ടികൾക്ക് നൽകിയ പഠനോപകരണങ്ങളിൽ പോലും പാർട്ടി പരസ്യം പതിപ്പിക്കാൻ ശ്രമിച്ച മേയർക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. ജില്ലയിൽ ആഹ്ലാദപൂർവ്വം സ്കൂൾ പ്രവേശനോത്സവം. അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കൺതുറന്നു. വേനലവധിയുടെ ചെറുകാലം കഴിഞ്ഞെത്തിയവർ സൗഹൃദ കൂട്ടത്തിലേക്ക് വീണ്ടും ചേർന്നണഞ്ഞു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറമമ്പറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ VK സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി. കണ്ണൂർ DD ഷൈനി പ്രവേശനോത്സവം സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ഷബിന ഉപഹാരം നൽകി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ P രവീന്ദ്രൻ നവാഗതരെ സ്വീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ A പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൗമ്യ കാരായി, വാർഡ് മെമ്പർ V സുനിൽ, RDDK വിനോദ് കുമാർ, SK ജയദേവൻ, SSK DPC KP ദിബേഷ്, കൈറ്റ് ജില്ലാ
കോർഡിനേറ്റർ കെ സുരേന്ദ്രൻ, അബ്ദുൾ മുനീർ, എം രാജീഷ്, എം കെ സുധീർ കുമാർ, വിനോദൻ നന്ദിയത്ത്, എം കെ അരുണ, സിദ്ധി കൂടത്തിൽ, ജീവാനന്ദ് എന്നിവർ സംബന്ധിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാലക്ഷ്മി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ PM സാജിദ് കുമാർ നന്ദിയും പറഞ്ഞു. പെൺപൊലിക മങ്ങാട്ടിടത്തിന്റെ ശിങ്കാരിമേളം, SSK കണ്ണൂർ രാഗാലയം മ്യൂസിക് ഇവന്റ് അവതരിപ്പിച്ച സംഗീത വിരുന്ന് എന്നിവ അരങ്ങേറി. ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. മിഠായി വിതരണത്തിനെത്തിയ SFI പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വെച്ച് പോലീസ്. ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ മിഠായി വിതരണത്തിനെത്തിയ SFI പ്രവർത്തകരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പോലീസ് കരുതൽ തടങ്കലിലാക്കി. സ്കൂൾ പ്രവേശനത്തിനെത്തിയ കുട്ടികൾക്ക് മിഠായി വിതരണം ചെയ്യുകയായിരുന്ന പ്രവർത്തകരുടെ കയ്യിൽ സംഘടനയുടെ കൊടിയുണ്ടായിരുന്നതിനാൽ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന് ആരോപിച്ചാണ് പോലീസ് പ്രവർത്തകർ കസ്റ്റഡിയിലെടുത്തത്. മിഠായി വിതരണത്തിന് വേണ്ടിയാണെങ്കിൽ പോലും കൊടിയുമായി സ്കൂളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ആരോപിച്ചാണ് പോലീസ് തടഞ്ഞത്. 1 വർഷം മുൻപ് സ്കൂളിന്റെ മുൻവശം ഇടിഞ്ഞു വീഴുകയും സ്കൂളിന് ഫിറ്റ്നസ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. നിലവിൽ സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല. ഈ വിഷയം ആരോപിച്ചാണ് SFI പ്രവർത്തകർ മന്ത്രിക്കെതിരെ സമരം ചെയ്യാൻ വന്നതെന്ന് തെറ്റിദ്ധരിച്ചാണ് പോലീസ് ഇവരെ കരുതൽ തടങ്കലിലാക്കിയത്. കാർത്തികപ്പള്ളി UP സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ആഭ്യന്തരമന്ത്രി എത്തിയത്. മന്ത്രി എത്തുന്നതിന് അരമണിക്കൂർ മുൻപാണ് മിഠായി വിതരണം നടത്തിക്കൊണ്ടിരുന്ന SFI കാർത്തികപ്പള്ളി ഏരിയ സെക്രട്ടറി S ആഷിഖിനെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയും കന്യകുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രിയുടെ പരിപാടിക്ക് ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ സ്ഥലത്ത് യാതൊരുവിധ പ്രതിഷേധ സാഹചര്യവും ഇല്ലായിരുന്നുവെന്ന് SFI പ്രവർത്തകർ അറിയിച്ചു. അറസ്റ്റിലായ നേതാക്കളുടെ പ്രവർത്തകരെയും പാർപ്പിച്ചിരിക്കുന്ന പോലീസ് സ്റ്റേഷന് മുന്നിൽ മറ്റു പ്രവർത്തകർ തടിച്ചുകൂടി പ്രതിഷേധിച്ചു. സമൂഹത്തിനും ജനങ്ങൾക്കും വേണ്ട കോഴ്സുകളാണ് സർവകലാശാലകളിൽ വേണ്ടത്. ഗവർണർ. സമൂഹത്തിനും നാടിനും ജനങ്ങൾക്കും വേണ്ട കോഴ്സുകളാണ് സർവകലാശാലയിൽ പഠിപ്പിക്കേണ്ടതെന്ന് ഗവർണറും സർവകലാശാല ചാൻസലറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ PM ഉഷ പദ്ധതി പ്രകാരം നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ ഹാൾ, 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഗവർണർ. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. പല പ്രൊഫഷണൽ കോഴ്സുകളിലും 50% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്ന് വൈസ് ചാൻസലർ പറയുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നുവെന്ന് ആത്മപരിശോധന നടത്തണം. ഇത് തടയാനും വിദ്യാർത്ഥികൾ വിദേശ നാടുകളിലേക്ക് പോകുന്ന പ്രവണത ചെറുക്കാനും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സമരോരുത്തരും കൂട്ടമായി ചിന്തിക്കേണ്ടതുണ്ട്. അധ്യാപന കാര്യത്തിൽ UGCയുടെ മാനദണ്ഡങ്ങൾ സ്വകാര്യ കോളേജുകൾ കർശനമായി പാലിക്കണമെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. യോഗ്യതയില്ലാത്ത അധ്യാപകരെ കുറിച്ചുള്ള പരാതികൾ ചാൻസലർ എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു, രജിസ്ട്രാർ ഡോക്ടർ ജോബി K ജോസ് എന്നിവർ സംസാരിച്ചു. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന കോഴ്സുകളായ MSW ലൈഫ് ലോങ് ലേണിംഗ്, ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് കളരിപ്പയറ്റ്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ കളരിപ്പയറ്റ്, ഡിപ്ലോമ പ്രോഗ്രാം ഇൻ തിയോളജി, ADP പ്രോഗ്രാം ഇൻ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, സംസ്കൃത ബിരുദാനന്തര കോഴ്സ്, IBM ക്യൂറൈറ്റ്സ്, MBA പ്രോഗ്രാം ഇൻ ഡാറ്റ അനലിറ്റിക്സ് എന്നീ കോഴ്സുകൾക്കും ഗവർണർ ആരംഭം കുറിച്ചു. മികച്ച NSS യൂണിറ്റുകൾക്കുള്ള പുരസ്കാരം കാനങ്ങാട് നെഹ്റു കോളേജ്, കണ്ണൂർ കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ്, പയ്യന്നൂർ കോളേജ്, WMO ഇമാം ഗസലി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പനമരം, പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ എന്നിവർ ഗവർണറിൽ നിന്നും സ്വീകരിച്ചു. ക്വിസ് മത്സരത്തിൽ വിജയികളായ ഗീതിക UK SN കോളേജ് കണ്ണൂർ, പൃഥ്വി പവിത്രൻ ബ്രണ്ണൻ കോളേജ് തലശ്ശേരി എന്നിവരും സമ്മാനം സ്വീകരിച്ചു. നേരത്തെ സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറിയുടെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം ചാൻസലർ നിർവഹിച്ചു. ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. കൃഷി നശിച്ചു. മണ്ണുമാന്തി യന്ത്രം തകർത്തു. മന്ത്രിക്ക് നേരെയും ആനയുടെ ആക്രമണം. കൃഷി നശിപ്പിച്ച നിലയിൽ ആതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെറ്റിലപ്പാറ വൈശ്ശേരിയിൽ മോഹനൻ്റെ വീടിൻ്റെ സമീപത്താണ് തിങ്കളാഴ്ച പുലർച്ചെ വീണ്ടും കാട്ടാൻ ഇറങ്ങിയത്. ചെമ്മിനിയാടൻ കൃഷ്ണൻ്റെ കൃഷിയിടത്തെത്തിയ കാട്ടാന
വ്യാപകമായ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന എത്തി കൃഷി നശിപ്പിക്കുന്നത് കണ്ടെങ്കിലും ഭയം മൂലം കൃഷ്ണന് വീടിന് പുറത്തിറങ്ങാൻ ആയിട്ടില്ല. ഞായറാഴ്ച വൈകിട്ട് ആനമല അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ഇറങ്ങി മണ്ണുമാന്തി യന്ത്രം നശിപ്പിച്ചിരുന്നു. കുമ്മാട്ടി ഭാഗത്ത് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രമാണ് കാട്ടാന തകർത്തത്. ആനക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപം റോഡരികിലാണ് മണ്ണുമാന്തി യന്ത്രം നിർത്തിയിട്ടിരുന്നത്. കാട്ടാന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാനായി വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചാലക്കുടി ഗസ്റ്റ് ഹൗസിലാണ് യോഗം നടന്നത്. PM ആർഷോയും കെ വിദ്യയും വിവാഹിതരായി. SFI മുൻ നേതാവ് PM ആർഷോയും കെ വിദ്യയും വിവാഹിതരായി. തൃക്കരിപ്പൂർ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചത്. SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോ പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശിയാണ്. നിലവിൽ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിനിയായ വിദ്യ കാലടി സംസ്കൃത സർവകലാശാലയിലെ PhD വിദ്യാർത്ഥിനിയാണ്. SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു, SFI സംസ്ഥാന സെക്രട്ടറി PR സഞ്ജീവ്, SFI സംസ്ഥാന പ്രസിഡന്റ് MC പ്രസാദ്, മുൻ സംസ്ഥാന പ്രസിഡന്റും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ അനുശ്രീ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.